പൃഥ്വിരാജ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എന്നെ പോലെയല്ല ചേട്ടൻ, ഒരു റൂമിൽ കുറച്ചധികം ആൾക്കാരുണ്ടെങ്കിൽ തിരിച്ചവിടെ നിന്ന് അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ അവരെല്ലാവരും ഫ്രണ്ട്സ് ആയിട്ടുണ്ടാവുന്നു, അത്രയും സോഷ്യൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിടയിലും കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, ദൈവമേ എപ്പിസോഡ് എങ്ങനെ പോകും, ഇങ്ങോട്ട് കോപ്പറേറ്റ് ചെയ്യുമെന്ന്. പക്ഷേ ഇപ്പൊ എല്ലാം ഞാൻ എന്റെ സ്കൂൾ പഠിച്ചിരുന്ന കാലഘട്ടത്തില് 8 വർഷം ബോർഡിങ്ങിലായിരുന്നു. അപ്പൊ ഞാൻ സുഹൃത്തുക്കളോടൊപ്പം വളർന്ന ആളാണ് ശരിക്കും. ലോഡിങ്ങിലാണോ? അപ്പോ 8 ഇയേഴ്സ് ഫ്രണ്ട്സിനോടൊപ്പം വളർന്ന ആളാണ് മാത്രം ഹോസ്റ്റലിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ സ്കൂൾ കാലഘട്ടം മുതലേ ഉണ്ട്. അതിപ്പോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണം. ഈ സ്കൂൾ സമയത്ത് കോളേജ് സമയത്ത് നമുക്ക് സാധിക്കാതെ പോയ അല്ലെങ്കിൽ തീരാ നഷ്ടങ്ങൾ തോന്നുന്ന കാര്യങ്ങൾ 1, 2, 3. അല്ല, സ്കൂളിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഒരു കോവിഡ് സ്കൂൾ ആയിരുന്നില്ല. പക്ഷെ ഇപ്പൊ കോവിഡ് ആക്കിയവര് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതൊരു തീരാ നഷ്ടമായിട്ട് പോയി. കാരണം ആ സമയത്ത് ഡിഫൻസിലേക്ക് പെൺകുട്ടികളെ എടുക്കുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പം തുടങ്ങിയല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഫീമെയിൽ സ്റ്റുഡൻസിനും അഡ്മിഷൻ തുടങ്ങി. ആ സമയത്ത് അത് മാത്രമായിരുന്നു അവിടെ കുറച്ച് ട്രൈ ആയിട്ടുള്ള. അല്ലാതെ എനിക്ക് ഐ എം പ്രൗഡ് ഓഫ് മൈ സ്കൂൾ. കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് എന്റെ സ്കൂളാണെന്ന് ഞാൻ പല വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. സൈനിക് സ്കൂൾ. മാധവന്റെ അടുത്തേ ലൈക്ക് നമ്മള് വട്ടപ്പേര് ചോദിക്കണ്ടല്ലോ, ഇല്ലാന്ന് മാത്രം പറയരുത് കേട്ടോ. സ്വന്തമായിട്ട് അങ്ങനെ എന്തെങ്കിലും വട്ടപ്പേര്? അങ്ങനെ ഒരു വട്ടപ്പേരില്ല. എന്നെ ഇന്ദ്ര എന്ന് വിളിക്കും ചില ആൾക്കാര്, ജിത്തു എന്ന് വിളിക്കും, അതൊക്കെ തന്നെ. അമ്മ എന്ത് വിളിക്കും? അമ്മ മോനെന്നു. ചേട്ടാ ഇവിടെ എല്ലാവർക്കും വട്ടപ്പേരുണ്ട്. ഇന്ദ്ര എന്ന് വിളിക്കും. പൂർണിമ ചേച്ചി എന്ത് വിളിക്കും? ഇന്ദ്ര എന്ന് വിളിക്കും. പൂർണിമയെ ഞാൻ അനു എന്ന് വിളിക്കും. അനുന്ന് അങ്ങനെ വിളിക്കും. ശരി, സുമയുടെ വട്ടപ്പേരെന്താ? പെറ്റ് നെയിം അല്ലാട്ടോ ചോദിച്ചത്. പിന്നെ കോമഡി പറഞ്ഞ് ഇഞ്ചി ആവുമ്പോ ഇഞ്ചിമോൻ എന്ന് വിളിക്കും. ഇഞ്ചിമോൻ, അത് കളിക്കുകയല്ലോ. ശരി, ശ്രീവിദ്യ. എനിക്ക് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ എന്നെ ബത്തക്കാന്ന് വിളിക്കുമായിരുന്നു. വാട്ടർമാൻ, എന്നെ റൗണ്ട് ഫേസ് ആയിരുന്നു. പിന്നെ എന്റെ നാട്ടിൽ അന്ന് പാലം വരുന്നേ ഉള്ളൂ, അപ്പൊ തോണി എന്ന് വിളിക്കും. തോണി കടന്നിട്ട് വേണം അക്കരെ പോകാൻ വേണ്ടി. കാല് കണ്ടാ മുരിങ്ങാക്ക. ഇപ്പൊ ഒന്നിൽ കൂടുതൽ വട്ടപ്പേരുള്ളത് ശ്രീവിദ്യക്കാണ്. അത് എവിടെയല്ലേ വിളിച്ചു തുടങ്ങിയത്? ഇവിടെ പടക്കുതിരയെന്ന് വിളിക്കും. സ്കൂളിൽ കുതിരയെന്ന് വിളിക്കും. പിന്നെ വേറെ ഇങ്ങനെ ചാടി ചാടി നടക്കുന്നുണ്ട്. ശരി, ആരത്തി? സുനാമി. അതെന്താ? ഞാൻ സ്പോർട്സിലുണ്ടായിരുന്നു. അത് കാരണം സ്പോർട്സിൽ എന്തായിരുന്നു ഇവന്റ്? എന്തായിരുന്നു? ഇവന്റ് ഒന്നുമില്ല, അതായത് ഇപ്പൊ